അതിസാഹസികമായ ഒരു റാഫ്റ്റിംഗ്. ഭൂട്ടാനിലെ ഏറ്റവും വലിയ തൂക്കുപാലത്തിലൂടെയുള്ള നടത്തം. പിന്നെ ടിംഫു പുനാക്ക റൂട്ടിലുള്ള ഡോച്ചുല പാസിലെ മനോഹരമായ 108 ചോർട്ടനുകൾ. അത് കഴിഞ്ഞ് പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അടുത്ത കേന്ദ്രത്തിലേക്ക്. യാത്രാനന്ദയോടൊപ്പമുള്ള ഭൂട്ടാനിലെ 2ാം ദിന യാത്രയെക്കുറിച്ച്, യാത്രയുടെ വിശദാംശങ്ങളെക്കുറിച്ച് പറയുകയാണ് ഗൈഡ്. There is no chance for raining, no? We cannot predict the weather out here, okay? It is like the mood of a pregnant woman. See, this time in August, okay? So we cannot depend on the weather forecast, okay? നേപ്പാളുകാരനായ ഞങ്ങളുടെ സാരഥി പ്രിയപ്പെട്ട പാട്ടുകളും വെച്ചുകൊണ്ട് യാത്ര തുടങ്ങി. ഭൂട്ടാൻ്റെ മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നതിനായി എല്ലാവരുടെയും കണ്ണുകൾ പുറത്തേക്ക്. ഇന്നലെ കണ്ടതുപോലെ വളവും തിരിവുമുള്ള റോഡ്, ഇരുവശത്തും കുന്നുകളും പാറക്കെട്ടുകളും പച്ചപിടിച്ച സസ്യലതാദികളും. പുറം കാഴ്ചകൾ വ്യക്തമായി കാണാൻ കഴിയുന്ന നല്ല കാലാവസ്ഥയായതിൽ എല്ലാവർക്കും സന്തോഷം. മഴയും മഞ്ഞും മാറി നിന്നാൽ ഹിമാലയ മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന വ്യൂ പോയിന്റിലേക്കാണ് ആദ്യ യാത്ര. പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇതാ മൂടൽമഞ്ഞ്. ഇതും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ. ഞങ്ങളുടെ വാഹനമിതാ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നല്ല തണുപ്പ്. ഡോച്ചുല പാസിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുകയാണ് ഞങ്ങളുടെ ഗൈഡ്. This is the highest elevated point between Thimphu and Punakha. So it is approximately 3100 meter above sea level, okay? And usually during winter season, this road is usually blocked due to heavy snow, okay? So there are total of 108 stupa out there, okay? സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3100 മീറ്റർ ഉയരത്തിൽ മേഘങ്ങൾ വന്ന് തൊട്ടുരുമ്മിപ്പോകുന്ന ഭൂട്ടാനിലെ ഒരു മാന്ത്രിക ഭൂമി. ഇതാണ് ഡോച്ചുല പാസ്. പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വിസ്മയം. ഇവിടെയാണ് ഈ കാണുന്ന ഭൂട്ടാൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ദ്രുക് വാങ്ങിയാൽ ചോർട്ടനുകൾ അഥവാ 108 സ്തൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയ സ്തൂപത്തിന് ചുറ്റുമായി 3 തട്ടുകളിലായാണ് ഈ 108 ചോർട്ടനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2003 രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ഭൂട്ടാനി സൈനികരുടെ ഓർമ്മയ്ക്കായും രാജ്യത്ത് സമാധാനം നിലനിർത്തുന്നതിനായും ഭൂട്ടാൻ രാജമാതാവാണ് ഈ സ്തൂപങ്ങൾ പണികഴിപ്പിച്ചത്. ബുദ്ധമത വിശ്വാസപ്രകാരം ഈ ചോർട്ടനുകൾക്ക് ചുറ്റും വലം വയ്ക്കുന്നത് പുണ്യമായി കരുതപ്പെടുന്നു. മിത്തുകൾക്കും ഐതിഹ്യങ്ങൾക്കുമപ്പുറം ഭൂട്ടാൻ്റെ ആധുനിക ചരിത്രത്തിലെ ചോരയും കണ്ണീരും കലർന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ സ്മാരകമാണ് ഡോച്ചുല പാസിലെ ഈ 108 ചോർട്ടനുകൾ. 2003 ഭൂട്ടാൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള തീവ്രവാദ സംഘടനകളായ ഉൽഫ, NDFB, KLO തുടങ്ങിയവയെ പുറത്താക്കാനായി ഭൂട്ടാൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഓൾ ക്ലിയർ എന്ന സൈനിക നീക്കത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത്. ഈ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ ഭൂട്ടാനി സൈനികരുടെ ഓർമ്മയ്ക്കായും രാജ്യത്ത് സമാധാനം തിരികെ കൊണ്ടുവന്നതിൻ്റെ നന്ദി സൂചകമായും ഭൂട്ടാൻ രാജമാതാവായ ആഷി ദോർജി വാങ്മോ വാങ്ചുക് ആണ് 2004 ഇത് നിർമ്മിച്ചത്.
കേവലം ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, കൃത്യമായ വാസ്തുവിദ്യാ നിയമങ്ങളും ബുദ്ധമത തത്വങ്ങളും അനുസരിച്ചാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ 3 തട്ടുകളായാണ് ഈ 108 സ്തൂപങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും താഴത്തെ തട്ടിൽ 45 ചോർട്ടനുകൾ, രണ്ടാമത്തെ തട്ടിൽ 36, ഏറ്റവും മുകളിലത്തെ തട്ടിൽ 27. ഇവയ്ക്കെല്ലാം നടുവിലായി പ്രധാനപ്പെട്ട ഒരു വലിയ ചോർട്ടനും സ്ഥിതി ചെയ്യുന്നു. ഭൂട്ടാനിലെ പ്രശസ്തനായ വാസ്തുശില്പി ദാഷോ റിൻസിൻ ഡോർജിയുടെ മേൽനോട്ടത്തിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ഇവിടുത്തെ ഓരോ ചെറിയ ചോർട്ടനുകൾക്കും ഏകദേശം 2 മുതൽ 2.5 മീറ്റർ വരെ ഉയരമുണ്ട്. ചതുരാകൃതിയിലുള്ള തറയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. വെളുത്ത ചായം പൂശിയ ചുവരുകളിൽ ഭൂട്ടാനി ശൈലിയിലുള്ള ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള അലങ്കാരപ്പണികൾ കാണാം. ഇതിൻ്റെ മുകൾ ഭാഗം മുകളിലേക്ക് കൂർത്തു നിൽക്കുന്ന കോണാകൃതിയിലാണ്. ലളിതമായ നിർമ്മിതിയാണെന്ന് തോന്നാമെങ്കിലും ഈ ഓരോ ചോർട്ടനുകളുടെയും ഉള്ളടക്കം അതീവ പവിത്രമാണ്. ബുദ്ധമത ആചാരപ്രകാരം നിർമ്മാണ സമയത്ത് ഈ ഓരോ സ്തൂപങ്ങളുടെയും ഉള്ളിൽ സോങ്ഷിങ് എന്ന് വിളിക്കപ്പെടുന്ന മന്ത്രങ്ങൾ കൊത്തിയെടുത്ത ഒരു പ്രത്യേക തടിയുടെ അച്ചുതണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം ബുദ്ധമത ഗ്രന്ഥങ്ങൾ, വിശുദ്ധമായ തിരുശേഷിപ്പുകൾ, മന്ത്രങ്ങളടങ്ങിയ ചുരുളുകൾ, ധാന്യങ്ങൾ എന്നിവയും ഉള്ളിൽ നിക്ഷേപിച്ച് കളിമണ്ണും കല്ലും ഉപയോഗിച്ച് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെറുമൊരു കല്ലിൻ്റെ നിർമ്മിതിയല്ല, മറിച്ച് ജീവസുറ്റ ആത്മീയ ചൈതന്യമായാണ് ഭൂട്ടാനികൾ ഇതിനെ കാണുന്നത്. ദോച്ചുല പാസിനെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ടതാക്കുന്നത് ഇവിടുത്തെ അതിശയകരമായ വ്യൂ പോയിൻ്റാണ്. മഞ്ഞുമാറിയ തെളിഞ്ഞ ആകാശമുള്ള ദിവസങ്ങളിൽ ഇവിടെ നിന്നും നോക്കിയാൽ ഹിമാലയത്തിൻ്റെ മഞ്ഞുമൂടിയ കൊടുമുടികൾ മുഴുവനായി കാണാൻ കഴിയും. ഭൂട്ടാനിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ഗാംഖർ പുൻസും ഇതിൽ ഉൾപ്പെടുന്നു. മേഘങ്ങളും മലനിരകളും ചോർട്ടനുകളും ഒന്നിച്ചു ചേരുന്ന ഈ ദൃശ്യം ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും. എന്നാൽ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞില്ല. കാരണം ഇതുതന്നെ, ആകാശം ഒട്ടും തെളിഞ്ഞതല്ല, പൂർണ്ണമായും മഞ്ഞ് മൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചോർട്ടനുകൾക്ക് ചുറ്റും വലം വെച്ചുകൊണ്ട് ആ 108 ചോർട്ടനുകളുടെ മനോഹരമായ ദൃശ്യം ആസ്വദിക്കുന്നതിലും തൊട്ടപ്പുറത്ത് വിശ്രമിക്കാനുള്ള ഇടങ്ങളിൽ വിശ്രമിക്കുന്നതിനും ഒപ്പം പരമാവധി ഫോട്ടോകൾ പകർത്തുന്നതിനും ഞങ്ങൾ സമയം വിനിയോഗിക്കുകയായിരുന്നു. ഒറ്റയ്ക്കും ചെറിയ ചെറിയ സംഘങ്ങളായും എടുത്ത ഫോട്ടോയ്ക്ക് ഒടുവിൽ എല്ലാവരും ചേർന്ന് ചോർട്ടന് മുമ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ. അത് കഴിഞ്ഞ് അടുത്ത കേന്ദ്രത്തിലേക്കുള്ള യാത്ര. ഡോച്ചുല പാസിൽ നിന്നും ഒനാഖയിലേക്ക്. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അടുത്ത കേന്ദ്രത്തിൽ എത്തിയതിന് ശേഷം കാണാനുള്ളതല്ല ഭൂട്ടാനിലെ കാഴ്ചകൾ. ഇതാ മനോഹരമായ ഈ കാഴ്ചകൾ അത് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. ആദ്യ ദിവസത്തിലെ യാത്രയിൽ മലമുകളിൽ നിന്ന് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ കണ്ട ആ വെളുത്ത വരകൾ ഒരു നദിയായി ഇപ്പോൾ രൂപം മാറിയിരിക്കുന്നു. ഒന്നല്ല, ചെറുതും വലുതുമായ അനേകം നദികൾ ഭൂട്ടാനിലുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയുടെ കരയിലൂടെയാണ് ഇതാ ഈ യാത്ര. നദിക്കരയിലെ മരങ്ങളിൽ, ചെടികളിൽ ഏറ്റവും സവിശേഷമായി തോന്നിയത് നമ്മുടെ കാശാവിനോട് സാദൃശ്യമുള്ള
ഈ മരങ്ങളും അവയിലെ പൂക്കളും തന്നെ. വരുമൊരു തലമുറയിൽ നിന്നും നമ്മൾ കടം വാങ്ങിയ തിരികെ ഏൽപ്പിക്കേണ്ടൊരീ ഭൂമി, ഇത് പ്രപിതാക്കൾ തന്നൊരു സ്വത്തല്ല. ധൂർത്തപുത്രർക്കായി ആവോളം കവരുവാൻ കരുതിയൊരളവില്ല കലവറയല്ല. മലകളെ മാറത്തടുക്കി കിടക്കുന്ന പുഴകളിൽ, ഈ സമതലങ്ങളിൽ മലകളെ മാറത്തടുക്കി കിടക്കുന്ന പുഴയോരത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നത് പഴയ പരിഷത്ത് കലാജാഥയിലെ ഈ പാട്ട്. അതെ, പ്രകൃതിയെ വരും തലമുറയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്നതിൽ സദാ ജാഗരൂകരാണ് ഭൂട്ടാനീസ് ജനത. ഞങ്ങളുടെ യാത്ര അടുത്ത കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. നദിക്കരയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ വലിയ കെട്ടിടം, ഇത് ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രമാണ്. ഡോച്ചുല പാസിലെ 108 ചോർട്ടനുകളെ പറ്റി പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചും പറയാനുണ്ട്. ഒപ്പം അതിസാഹസികമായ റിവർ റാഫ്റ്റിങ്ങിൻ്റെയും തൂക്കുപാലത്തിലൂടെയുള്ള നടത്തത്തിൻ്റെയും വിശേഷങ്ങളുമായി ഇൻ ഭൂട്ടാൻ ദ ഹാപ്പി ലാൻഡ് പാർട്ട് 3 ഉടൻ വരും, കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ദ ചാനൽ ഒയോളം വോയിസ്.